ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോണുകളിൽ അനാവശ്യമായിട്ട് കിടക്കുന്ന ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് കമ്പനി ആപ്ലിക്കേഷൻ, നമ്മളൊരു ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഏത് കമ്പനിയുടെ ആണോ ഫോൺ പർച്ചേസ് ചെയ്യുന്നത് അവരുടെ ആപ്ലിക്കേഷൻ, നിരവധി ആപ്ലിക്കേഷൻ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയാത്തത് ഫോണിൽ വരാറുണ്ട്. അത് നമുക്ക് ഒരിക്കലും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെ നമ്മൾ ഫോൺ റൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഫോൺ റൂട്ട് ചെയ്താലുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റി നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഫോണിൻ്റെ വാറണ്ടി നഷ്ടപ്പെടും. ഫോണിന് പല പ്രശ്നങ്ങളും റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകും. ഹാക്കിംഗ്, ട്രാക്കിംഗ് പോലുള്ള മെത്തേഡുകൾ മറ്റുള്ളവർക്ക് സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഗെയിമിങ്ങിനൊക്കെ വേണ്ടി ഒരുപാട് പേരത് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ, നമ്മൾ അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഫോണിൽ, ബാങ്ക് അക്കൗണ്ടുകളോ അല്ലെങ്കിൽ മറ്റുള്ള പേഴ്സണൽ ഡീറ്റെയിൽസുകളോ ഒന്നും നമുക്ക് ഫോണിൽ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നാൽ റൂട്ടൊന്നും ചെയ്യാതെ നമുക്ക് എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡിസേബിൾ ചെയ്ത് വെക്കാം, നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ നമ്മുടെ ഫോണിൽ നിന്നും നമ്മുടെ ഫോണിലെ ഡേറ്റകളും ബാറ്ററിയും അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസും ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്ത് വെക്കാമെന്നുള്ളതൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലൊരു ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഇവിടെ ഈ ഗ്ലബ് എഫ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിവിടെ ആപ്ലിക്കേഷൻ ഒരുപാട് ഉപയോഗിക്കാറില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു റേഡിയോ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടെന്നേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ കയറി ഒന്ന് നോക്കാറെന്നുള്ളതല്ലാതെ ഇത് നമ്മളങ്ങനെ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ വരുന്ന ആപ്ലിക്കേഷൻ നമ്മളെപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ ഇടേണ്ട ആവശ്യമില്ലാതെ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നുകൊണ്ട് നമ്മുടെ ഡാറ്റകൾ നഷ്ടം വരും. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി പല കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. ഫോൺ ഹാങ് ആകും, ഫോൺ ഹീറ്റാവും, ഫോണിൻ്റെ ബാറ്ററി നഷ്ടപ്പെടും, നമ്മുടെ ഡാറ്റ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് അനാവശ്യമായിട്ട് വേസ്റ്റ് ആവും. നിങ്ങൾ ചെയ്യേണ്ടത് ഡയറക്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അൺഇൻസ്റ്റാൾ കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാകും. ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആപ്പ് ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ എടുത്തിട്ട് ഞാനിപ്പോൾ ഇതെല്ലാം ഫുൾ സ്റ്റോപ്പ് ഒക്കെ കൊടുത്തിട്ടേക്കാണ്. നിങ്ങളുടെ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഓപ്പൺ പർച്ചേസ് ആപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഡാറ്റ എടുക്കുക. ഡാറ്റ നിങ്ങളിവിടെ താഴെ ഇവിടെ മൊബൈൽ ഡാറ്റയൊക്കെ ഓണായിരിക്കും, വൈഫൈ ഓണായിരിക്കും, ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓണായിരിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാനുള്ള ഡാറ്റ നമ്മൾ ആ ഒരു പെർമിഷൻ ബ്ലോക്ക് ചെയ്യുക. ബാക്കിലോട്ട് പോവുക. സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ ക്ലിയർ സ്റ്റോറേജ്, ക്ലിയർ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, അത് നിങ്ങൾ ഇവിടെ ക്ലിയർ ഡാറ്റ കൊടുക്കുക. അതുപോലെ തന്നെ ക്ലിയർ ക്യാച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിയർ ക്യാച്ച് കൊടുക്കുക. ഞാനിത് ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഇത് രണ്ടും ചെയ്തിട്ടിരിക്കുകയാണ്. അതിനുശേഷം നിങ്ങളിവിടെ മുകളിൽ ഫോർ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ആയിരിക്കും, അതും കൂടെ ഒന്ന് ഡിസേബിൾ ചെയ്ത് വെക്കുക. ഈ ആപ്ലിക്കേഷൻ ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇനിയും കടന്നു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യത്തൊന്നുമില്ല. ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ഇവിടെ നിന്ന് നിങ്ങൾക്കിത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. ഇങ്ങനെ മാത്രമാണ് ഫോണിൽ നിന്നും പെർമനൻ്റ്ലി ഒരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡയറക്റ്റ് നിങ്ങളൊരു ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ എനിക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഞാൻ ഡയറക്റ്റ് ഞെക്കി പിടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് മാത്രമേ പോകുന്നുള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എപ്പോഴും സേവ് ആയി കിടക്കും. ഇനി നമ്മൾ നോക്കുന്നത് അനാവശ്യമായിട്ട് ഈ ഫോൺ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കമ്പനി ആപ്ലിക്കേഷൻ കുറേ വരാറുണ്ട്. ഗെയിമിങ് ഒരുപാട് ആപ്ലിക്കേഷൻ വരാറുണ്ട്. ഗെയിമിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ഇപ്പം നമുക്ക് പർച്ചേസ് ചെയ്യാതെ തന്നെ ഒരുപാട് നോൺ പർച്ചേസിങ് ആപ്ലിക്കേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം കമ്പനിയുടെ പരസ്യവും കമ്പനിക്ക് വരുമാനം ഉണ്ടാക്കാനും വേണ്ടി ഈ ഫോണിൽ കുറച്ച് തരുന്ന ആ ഒരു പൈസ മറ്റുള്ള ഗെയിമിംഗ് കമ്പനിയിൽ നിന്ന് ഈടാക്കിക്കൊണ്ട് നമുക്ക് ഇതുപോലുള്ള ആപ്ലിക്കേഷനൊക്കെ ഒരുപാട് തരാറുണ്ട്. എൻ്റെ ഫോണിലൊക്കെ ഒത്തിരി ആപ്ലിക്കേഷൻ അതുപോലെ കിടപ്പുണ്ട്. ഞാനിവിടെ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ആപ്ലിക്കേഷനൊന്നും കാണാത്തത്. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കലണ്ടർ ആപ്ലിക്കേഷൻ നമുക്കിവിടെ ലോങ് പ്രസ് ചെയ്തു. നമുക്കിത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നില്ല. നിങ്ങളങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമായിട്ട് വരും. ഇതുപോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ.
ഗെയിമിംഗ് ആപ്ലിക്കേഷനൊക്കെ ഇതിനകത്ത് നിരവധി ഉണ്ടായിരുന്നു. ഞാനതെല്ലാം ഇതുപോലെ ഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ ആപ്ലിക്കേഷൻ നിങ്ങൾ വെളിയിൽ കാണാത്തത്. ഇവിടെ കീപ്പ് നോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, കീപ്പ് നോട്ടൊക്കെ നല്ല ആപ്ലിക്കേഷനാണ് കേട്ടോ. നമുക്ക് ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനായിട്ടൊക്കെ നല്ല ആപ്ലിക്കേഷനാണ്. ഗെയിമിംഗ് ആപ്ലിക്കേഷനൊന്നും നിലവിലിപ്പോൾ ഇതിനകത്തില്ല, ഉള്ളതെല്ലാം ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ ഈ കലണ്ടർ ആപ്ലിക്കേഷനിൽ കാണിച്ചു തരാം. ഓക്കെ, ലോങ് പ്രസ് ചെയ്തു. ഇവിടെ നിങ്ങൾക്കൊരു ഐ ബട്ടൺ കാണാം, ഒരു ഐ എന്ന് എഴുതിയിട്ട് അതിൽ റൗണ്ട് കൊടുത്തിരിക്കുന്നത്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻസിൻ്റെ പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. കലണ്ടർ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇത്രയും പെർമിഷൻസ്, നോട്ടിഫിക്കേഷൻ, കോൺടാക്റ്റ്, കലണ്ടർ ആപ്ലിക്കേഷൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ലൊക്കേഷൻ, ഫോൺ, അങ്ങനെയുള്ളതൊക്കെ. നമ്മളെന്താ ചെയ്യേണ്ടത്, ഇവിടെ നിന്നും ഈ സ്റ്റോറേജ് ഡാറ്റ, ക്ലിയർ ഡാറ്റ കൊടുക്കാം, ക്ലിയർ ക്യാച്ച് കൊടുക്കാം. അതിനുശേഷം ഇവിടെ സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, അത് നമ്മൾ ഓൾറെഡി ക്ലിയർ കൊടുത്തു. ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, ഇതിവിടെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാനുള്ള ഡാറ്റയാണ്, അത് നമുക്കൊന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓപ്പൺ ബൈ ഡിഫാൾട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം, അതും ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. ഫ്യൂസ് ആപ്പ് ആക്ടിവിറ്റി, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. പെർമിഷൻ നമ്മൾ കൊടുത്തു. മാനേജ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഫോൺ ഓൾറെഡി മൊത്തത്തിൽ നമ്മുടെ ഫോണിലുള്ള വർക്കുകളെല്ലാം നിന്നു. കാരണം ഡാറ്റ എടുക്കുന്നതോ അല്ലെങ്കിൽ ബാറ്ററി യൂസ് ചെയ്യുന്നതോ മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് നിന്ന് ഒഴിവായി. അവസാനമായിട്ട് ഇവിടെ ഫോഴ്സ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനോട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നിന്ന് പോയി. ഇവിടെ നിങ്ങൾക്ക് ഡിസേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, ഏറ്റവും മെയിനായിട്ട് ഡിസേബിളും കൂടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സ്ക്രീൻ ലോക്ക് ഏതാണോ നിങ്ങൾ ഇട്ടിരിക്കുന്നത് ആ സ്ക്രീൻ ലോക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഡിസേബിളായി. ഇനി നിങ്ങൾക്ക് ഇവിടെ എനേബിൾ ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ എനേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടോ, ഡിസ്പ്ലേയിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇല്ല. ആ ആപ്ലിക്കേഷൻ ഡിസ്പ്ലേയിൽ നിന്ന് പോയി. ആ ആപ്ലിക്കേഷൻ്റെ വർക്കും കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ ഇല്ല. ഇനി ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യത്തില്ല, ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നുകൊണ്ട് നമ്മുടെ ഡാറ്റകളൊന്നും ഉപയോഗിക്കത്തില്ല. ഇങ്ങനെ നിങ്ങൾക്ക് കമ്പനിയുടെ ആപ്ലിക്കേഷൻ, ഗെയിമിംഗ് ആപ്ലിക്കേഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഹീറ്റിങ്, ബാറ്ററി യൂസേജ്, നിങ്ങളുടെ ഡാറ്റകൾ, ബാക്ക്ഗ്രൗണ്ട് ഡാറ്റകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അപ്പോൾ മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ ബൈ, സീ യു.